അപ്പോൾ എല്ലാവർക്കും ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാൻ വിളിച്ചതാ. ഈ വീഡിയോ ഇടുന്നത് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ്. ഒരു റീച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇടാണ്. സംഭവം എന്താ വെച്ചാൽ വലിയ അന്താരാഷ്ട്ര കാര്യമൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ ചെറിയ രീതിക്ക് ഡൗൺ ആയിരുന്നു. കാരണം എക്സാം കാര്യങ്ങളാണല്ലോ, ക്രിസ്മസ് എക്സാം കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് എൻ്റെ ചാനലായാലും ക്രാസായിട്ടുള്ള ചാനലായാലും ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇടൽ കുറച്ച് കുറഞ്ഞു. കാരണം ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പഠിക്കാനുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരിതും പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളതും കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഇട്ടില്ല, ഒരു ഡിലേ വന്നപ്പോൾ. ഇപ്പം ഏകദേശം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 19-ാം തീയതിയാണ് ഡിസംബർ. അപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച എക്സാം കഴിയും. അപ്പോൾ ചൊവ്വാഴ്ച കഴിഞ്ഞ് എക്സാം തുടങ്ങി ബുധനാഴ്ച മുതൽ നമ്മൾ പഴയ പോലെ ആക്റ്റീവായി വീഡിയോ ഇടുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ നിങ്ങൾ പഴയ പോലെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് വേണം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം അറിയിച്ചേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ക്രാഷ് വായിട്ടൊരു ചാനൽ സഭ്യത്തവരാണെങ്കിൽ ക്രാഷ് വായിട്ടൊരു ചാനൽ സഭ്യ. നമ്മുടെ ഈ സൂപ്പറുടെ ഡെലിവറി വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തൊരു പോയി കാണും. ഇപ്പോൾ ക്രിസ്മസ് അപ്ഡേറ്റ് കാര്യങ്ങളായത് കാരണം തന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും ഏകദേശം ക്രിസ്മസ് അപ്ഡേറ്റിനെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടു, പക്ഷെ ഞാൻ ഇട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ എക്സാം കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ക്രാഷ് ആയിട്ട് ഒരുമിച്ച് മൾട്ടിപ്ലെയർ ആയിട്ടായിരിക്കും ഈ ഒരു ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ഒരു അടിപൊളി സീരീസും വരുന്നുണ്ട്, ഒരു ട്രിപ്പ് സീരീസാണ്. അപ്പോൾ അത് ഈ ഒരു വെക്കേഷന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ട്രിപ്പ് സീരീസ്. അത്യാവശ്യം നല്ല ഇതായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് കിട്ടിയപ്പോൾ ജസ്റ്റ് വണ്ടിക്ക് ഒരു കിറ്റ് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞ് ചലിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സ്നോ ആയത് കാരണം തന്നെ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓടിക്കുമ്പോൾ ഡ്രിഫ്റ്റായി പോകും. ഞാനല്ല, എൻ്റെ അനിയൻ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ TCS ABS ESP ഒക്കെ ഓൺ ABS ഇരിക്കട്ടെ അല്ലേ, ABS ഇരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ക്രിസ്മസ് അപ്ഡേറ്റ് ചെയ്ത് കളിച്ചോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ക്രിസ്മസ് അപ്ഡേറ്റിനെ 10-ൽ എത്ര റേറ്റ്? അത് നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് സംഭവം. ഈ വീഡിയോയുടെ ഇൻട്രോ കേട്ടാൽ നിങ്ങൾ ഭയങ്കര അന്താരാഷ്ട്ര കാര്യമാണ്, അല്ലെങ്കിൽ ചാനൽ നിർത്താൻ പോകുന്നതൊക്കെ ചിലവരുണ്ട്. പക്ഷേ ഞാൻ ചാനൽ നിർത്തല. ചാനൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു, ഇതിനേക്കാളും വലിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. ഞാൻ 2 മാസം 3 മാസം ബ്രേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് ആ ടൈമിൽ യൂട്യൂബ് എങ്ങനെ വീഡിയോ ഇടണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം സബ് കാര്യങ്ങൾ. ആ ടൈമിൽ ജസ്റ്റ് ഞാൻ യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെ ഒരു ചാനൽ കൊണ്ടുപോകേണ്ടതായിരുന്നു എനിക്ക്. അപ്പോൾ ഗെയിം കളിക്കാൻ നിങ്ങളെ അറിയിക്കുക, അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ കണ്ടൻ്റൊക്കെ തപ്പി ഞാനും ക്രാഷ് ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം അറിയിച്ചോണ്ടിരുന്നു. ജസ്റ്റ് ഒരാഴ്ച 2 ആഴ്ചത്തെ ഒരു ബ്രേക്കാണ് ഞങ്ങൾ എടുക്കുന്നത്. തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ പഴയ പോലെ സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് സീരീസ് നമ്മൾ തുടങ്ങാൻ പോകണം, നിങ്ങൾ മറക്കണ്ട. എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ചാനൽ സബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ട്രിപ്പ് സീരീസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് നിങ്ങളുടെ ഫോൺ വരും. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് ത്രില്ലിംഗ് ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഈ ട്രിപ്പ് സീരീസിൽ ഞങ്ങൾ നോർമലി ഒരു ട്രിപ്പല്ല, ജസ്റ്റ് നവനൈറ്റൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്റ്റോറി മോഡിൽ നമ്മുടെ ഈ ഒരു കാർ പാർക്കിംഗ് മൊത്തം മാപ്പും കവർ ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ വീഡിയോയും മാത്രമല്ല ഞങ്ങൾ
കാർ പാർക്കിങ്ങിനുള്ള ധാരണയും വഴിയും ഒക്കെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്കും ഞങ്ങൾക്കും ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോ അതൊക്കെയാണ്. പിന്നെ വേറെ കുറെ കൺഫ്യൂഷൻ കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനലിൽ മുമ്പ് കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് കാർ പാർക്കിങ്ങിൻ്റെ. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ കുറച്ച് സോറി പറയാനുണ്ട്. ഞങ്ങൾ മോഡായിട്ടാണ് സോറി. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ വേണം. നിങ്ങളെ ഹേറ്റ് അടിക്കും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ആ ടൈമിൽ ഇപ്പോൾ കാർ പാർക്കിംഗ് വളരെ വലിയ ട്രെൻഡാണ്. അത് കാരണം തന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഓക്കെയാണ്. ഇന്ത്യക്ക് എഡിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇറ്റ്സ് മീ യുവർ മെട്രോ വെട്ടി വിത്ത് നോയോ വിത്ത് നോ വൺ. ഞാനിപ്പോൾ എക്സാമിന് വന്നതേ